സ്വാഗതം. പ്രധാന വാർത്തകൾ. മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. കാട്ടകമ്പം ക്ഷേത്രോത്സവത്തിൽ കഥകളി അരങ്ങേറി. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ ഇവന്റ് മാനേജ്മെന്റ്, കാറ്ററിംഗ് എന്നിവ പ്രവർത്തനം ആരംഭിച്ചു. കാണിപ്പയ്യൂർ HMC പൂരാഘോഷ കമ്മിറ്റി രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഴഞ്ഞി മർത്തോമ ഇമ്മാനുവൽ സൺഡേ സ്കൂൾ വാർഷികവും VBS സമാപനവും നടത്തി. കാഴ്ച വൈകല്യമുള്ളവർക്ക് സ്മാർട്ട് കെയിനുകൾ നൽകി കുന്നംകുളം യങ് മാൻസ് മാതൃകയായി. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ യജുർവേദ രക്ഷാർച്ചനയും ഉത്സവവും തുടരുന്നു. ഗുരുവായൂർ ചൂർപ്പുറം നിവാസികൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിലെ ഓശാന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് റവറൻ ഫാദർ സജി മാത്യു കുളങ്ങാട്ടിൽ മുഖ്യ കാർമ്മികത്വം നൽകി. ഫാദർ സൈമൺ വാഴപ്പള്ളി, ഫാദർ ഡോക്ടർ ജോസഫ് ചീരൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. രാവിലെ 6:30 മുതൽ ആരംഭിച്ച ഓശാന ശുശ്രൂഷകൾ 11 മണിക്ക് സമാപിച്ചു. യേശുദേവന്റെ ലാളിത്യമാർന്ന ജീവിതത്തിന്റെ പ്രതീകമാണ് ഓശാന പെരുന്നാളിലൂടെ വെളിവാകുന്നതെന്ന് ഫാദർ സജി മാത്യു കുളങ്ങാട്ടിൽ പ്രസംഗത്തിൽ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. പഴഞ്ഞി മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സെന്റ് മേരീസ് പള്ളിയിലെ ഓശാന ശുശ്രൂഷകൾക്ക് റവറൻ ഫാദർ തോമസ് ചീരൻ നേതൃത്വം നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന ഓശാന ശുശ്രൂഷകൾക്ക് ഫാദർ പൗലോസ് കുരുത്തേൽ നേതൃത്വം കൊടുത്തു. റവറൻ ഫാദർ KI ഏലിയാസ് സഹകാർമ്മികനായിരുന്നു. രാവിലെ 6:30 മുതൽ 10:30 വരെയായിരുന്നു ശുശ്രൂഷകൾ. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളിയിലെ ഓശാന ശുശ്രൂഷകൾക്ക് റവറൻ ഫാദർ ജെയ്സൺ കൊച്ചുപടിഞ്ഞാറേക്കര നേതൃത്വം കൊടുത്തു. കാട്ടകമ്പം ക്ഷേത്രോത്സവത്തിൽ കഥകളി അരങ്ങേറി. കാട്ടകമ്പാൽ ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഭാഗവത സമർപ്പണം, ശുദ്ധികർമ്മങ്ങൾ എന്നിവ നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം 2016-2017 വർഷങ്ങളിലെ സംസ്ഥാന കലോത്സവങ്ങളിൽ A ഗ്രേഡോടെ വിജയികളായവരും ശ്രീ കലാമണ്ഡലം സൂരജിന്റെ ശിഷ്യകളുമായ ശ്രീമതി കൃഷ്ണ പനമ്പാട്, ശ്രീമതി വിസ്മയ പനമ്പാട് എന്നിവരുടെ കഥകളി അരങ്ങേറ്റവും നടന്നു. ഏപ്രിൽ 10 തിങ്കളാഴ്ച ചടങ്ങുകൾ സമാപിക്കും. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ ഇവന്റ് മാനേജ്മെന്റ്, കാറ്ററിംഗ് എന്നിവ പ്രവർത്തനം ആരംഭിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് പ്രവർത്തനം ആരംഭിച്ചു. പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളിൽ ഏപ്രിൽ 1-ാം തീയതി മന്ത്രി AC മൊയ്തീനാണ് കാറ്ററിംഗ് യൂണിറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. CDS ചെയർപേഴ്സൺ ശ്രീ സിന്ധു ബാലന്റെ നേതൃത്വത്തിൽ സുജ, സുധന്യ എന്നിവരാണ് ഈ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 11-ാം വാർഡ് അംഗമായ ശ്രീ മധു പുന്നത്തൂരും ഈ കാറ്ററിംഗ് സർവീസ് പ്രവർത്തനത്തിന് ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട കുന്നംകുളം മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ വീട്ടിലുള്ള പരിപാടികൾക്ക് വേണ്ടി ഇവരെ വിളിക്കുക. എല്ലാവിധ സഹായങ്ങളും ഇവർക്ക് വേണം. ഒരു കുടുംബങ്ങളുടെ നല്ലൊരു ഉയർച്ചയ്ക്ക് വേണ്ടി, പാവപ്പെട്ട കുടുംബങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർക്കൊരു വരുമാന മാർഗമായിക്കൊണ്ട് പോർക്കുളം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായിരിക്കുന്ന ഈ സത്പ്രവർത്തിക്ക് എല്ലാവിധ പോർക്കുളം പഞ്ചായത്ത് മെമ്പർ എന്നതിലും 11-ാം വാർഡ് മെമ്പർ എന്നതിലും എല്ലാവിധ ആശംസകളും. കാണിപ്പയ്യൂർ HMC പൂരാഘോഷ കമ്മിറ്റി രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാണിപ്പയ്യൂർ ചുണമ്പാറ HMC പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ്, രക്തദാന സേനാ രൂപീകരണം, അവയവദാന സമ്മതപത്രം, അരി വിതരണം എന്നിവ നടന്നു.
കാണിയാമ്പാൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് CB രാജീവ് സ്വാഗതവും തിലകൻ നന്ദിയും പ്രകാശിപ്പിച്ച ചടങ്ങിൽ വിവിധ വാർഡിലെ കൗൺസിലർമാർ ആശംസകൾ നേർന്നു. എന്ന ലക്ഷ്യത്തോടുകൂടി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ നടപടികളിലൂടെ ഈ സംഘടനയ്ക്ക് മുന്നേറുവാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഈ സംഘടന ഇപ്പോൾ നിലനിൽക്കുന്നത്. പഴഞ്ഞി മർത്തോമ ഇമ്മാനുവൽ സൺഡേ സ്കൂൾ വാർഷികവും VBS സമാപനവും നടത്തി. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ സൺഡേ സ്കൂൾ സമ്മാനദാനവും VBS സമാപനവും സൺഡേ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന കൊച്ചുസാറ ടീച്ചറിന് യാത്രയയപ്പ് നൽകി. പള്ളിയിൽ വെച്ച് നടന്ന സമ്മേളനം വികാരി റവറൻ S ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. ഈ വർഷത്തെ VBS ക്ലാസുകൾ നയിച്ചത് തിരുവല്ല CSSM സ്റ്റാഫുകളായ കൊട്ടാരക്കര സ്വദേശികൾ സ്റ്റാൻലി ജെയ്സൺ എന്നിവരായിരുന്നു. സമ്മേളനത്തിന് ശേഷം VBSലെ വിദ്യാർത്ഥികളുടെയും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വിവിധ ക്ലാസുകളിൽ ഒന്നാമതെത്തിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Park Manufacturing Office, NVKM and Sons, Dindigul. Zone Distributor, Roja Agencies, Kunnamkulam. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. കാഴ്ച വൈകല്യമുള്ളവർക്ക് സ്മാർട്ട് കെയിനുകൾ നൽകി കുന്നംകുളം യങ് മേറ്റ്സ് മാതൃകയായി. കുന്നംകുളം യങ് മേറ്റ്സിന്റെ നേതൃത്വത്തിൽ കാഴ്ച വൈകല്യമുള്ളവർക്ക് സ്മാർട്ട് കെയിൻ നൽകി ജീവകാരുണ്യ പ്രവർത്തനം സംഘടിപ്പിച്ചു. ചേംബർ ടവറിലെ KT പാവുണ്ണി മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് കെയിനുകളുടെ വിതരണോദ്ഘാടനം കുന്നംകുളം DYSP ശ്രീ P വിശ്വംഭരൻ നിർവഹിച്ചു. സിനിമാ താരം ശ്രീ ഇർഷാദ് മുഖ്യ അതിഥിയായിരുന്നു. യങ് മേറ്റ്സ് പ്രസിഡന്റ് ശ്രീ ഗിൽബർട്ട് S പാറമേൽ അധ്യക്ഷനായിരുന്നു. ശ്രീ ഗിരീഷ് കീർത്തി, സത്യൻ, സാക്സൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എല്ലാ പ്രയാസങ്ങളെയും നേരിടുന്ന ഒരു വിഭാഗവും അവരെ നമ്മൾ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുക തന്നെ വേണം. എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ്. എനിക്ക് വളരെ വ്യക്തമായി അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ നമുക്ക്
നമുക്കറിയില്ല. ഈ ഒരു 10 മിനിറ്റ് നേരം കണ്ണടച്ചിരുന്നാൽ പോലും നമുക്ക് വല്ലാത്ത വിഭ്രാന്തി ഉണ്ടാവുന്ന ഒരു അവസരത്തിൽ ഒരു ആയുസ്സും മുഴുവൻ ഒന്നും ലോകം കാണാതെ കേൾക്കുക മാത്രം. അവർക്ക് കേൾവിയാണ്. നമുക്ക് പലർക്കും അവർക്ക് കണ്ണാവാൻ കഴിയുന്ന അവസ്ഥയുണ്ടാവും പല സ്ഥലങ്ങളിലും. അവർക്ക് പക്ഷെ അവരുടെ കാഴ്ച നമ്മളാണ്. നമുക്കതിന് കഴിയണം. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ യജുർവേദ ലക്ഷാർച്ചനയും ഉത്സവവും തുടരുന്നു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ യജുർവേദ ലക്ഷാർച്ചനയും ഉത്സവവും തുടരുന്നു. രാവിലെ 9-ന് ഭക്തിപ്രഭാഷണം, 10 മണിക്ക് കൈകൊട്ടിക്കളി എന്നിവയും ഉണ്ടായിരുന്നു. വൈകിട്ട് 6-ന് നൃത്താഞ്ജലി, 7:30-ന് നൃത്തനൃത്യങ്ങൾ, തായംപക എന്നിവയും നടന്നു. ഗുരുവായൂർ ചൂൽപ്പുറം നിവാസികൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഗുരുവായൂർ ചൂൽപ്പുറം മേഖലകളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതായി പരാതി. ജനങ്ങളുടെ ആരോഗ്യത്തിന് ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഇതിനെതിരെ മുനിസിപ്പൽ ഓഫീസിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജനങ്ങളുടെ ആരോഗ്യത്തിനും നിലനിൽപ്പിനും ഹാനികരമായ ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. സ്പോർട്സ്. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സ് ഫൈനലിൽ ഇന്ന് ഡീഗോ കരിമ്പനക്കുന്ന് ഹാസ്മി കരുവന്തലയെ നേരിടും. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ രാത്രി 9 മണിക്കാണ് മത്സരം. ചരമം. പെരുന്തിരുത്തി ഐക്കരി വളപ്പിൽ പരേതനായ മുഹമ്മദ് മകൻ IM മുഹമ്മദ് ഹാജി മരണപ്പെട്ടു. ഖബറടക്കം പിന്നീട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. കാട്ടകമ്പം ക്ഷേത്രോത്സവത്തിൽ കഥകളി അരങ്ങേറി. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ ഇവന്റ് മാനേജ്മെന്റ്, കാറ്ററിംഗ് എന്നിവ പ്രവർത്തനം ആരംഭിച്ചു. കാണിപ്പയ്യൂർ HMC പൂരാഘോഷ കമ്മിറ്റി രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഴഞ്ഞി മർത്തോമ ഇമ്മാനുവൽ സൺഡേ സ്കൂൾ വാർഷികവും VBS സമാപനവും നടത്തി. കാഴ്ച വൈകല്യമുള്ളവർക്ക് സ്മാർട്ട് കെയിനുകൾ നൽകി കുന്നംകുളം യങ് മാൻസ് മാതൃകയായി. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ യജുർവേദ ലക്ഷാർച്ചനയും ഉത്സവവും തുടരുന്നു. ഗുരുവായൂർ ചൂൽപ്പുറം നിവാസികൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.